ഭാഗ്യവാൻ അവന്റെ സന്ധി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരിലുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കും. ഐശ്വര്യവും സമ്പത്തും അവന്റെ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മാറ്റപ്പെടുമാറാകട്ടെ. ശ്രീ ആൽബിൻ, ശ്രീമതി ശ്രീജ ആൽബിൻ ജീവിതത്തിൽ ദൈവം ചെയ്തതായ വലിയ ഒരു അനുഗ്രഹമാണ്. പ്രകാരം ദൈവം നമ്പുരാൻ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു മകനെ ദാനമായി നൽകി. ആ മകന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആചരിക്കുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ക്ഷണിച്ച് ബന്ധുമിത്രാദികളും സ്നേഹിതരും ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെവരെയും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തലകൾ വണക്കി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ നാഥനും ഉദാഹരണമായ സ്വർഗ്ഗപിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിലെ എല്ലാ നന്മകളും ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്ക് നൽകി. അപ്പം ശ്രീ ആൽബിനും ശ്രീമതി ശ്രീജ ആൽബിനും കുടുംബജീവിതത്തിൽ ദൈവം ചെയ്തതായ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും അവർക്ക് ദാനമായി നൽകിയതായ മകൻ്റെ ആദ്യത്തെ ജന്മദിനം ആചരിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ ഈ പ്രിയമക്കൾക്ക് ഒരുക്കി കൊടുത്തതായ വലിയ അവകാശത്തിനായി സ്തോത്രമാക്കാം. ദൈവമേ, തങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ച സമയം മുതൽ ഈ സമയം വരെയും അങ്ങയുടെ ദൈവകൃപ കൂടെയിരുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തി വരാമാവുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം വിടുവിച്ചു. ഗർഭാന്തര സമയത്ത് ദൈവം നമ്പുരാൻ പ്രിയ സഹോദരിക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ നൽകി തക്ക സമയത്ത് സുഖകരമായ പ്രസവം നൽകി. കുഞ്ഞിനെ ഈ പ്രായം വരെയും വളർത്തുവാൻ തക്കവണ്ണം ദൈവം സന്തോഷകരമായ ഈ അനുഭവം നിന്റെ മക്കളുടെ ജീവിതത്തിൽ സമ്മതനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോൾ മാറ്റമല്ലാത്തതായ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും അത് ശക്തിപ്പെടുത്തണമേ. കൃപയാൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ വിശുദ്ധമായ നാമത്തിൽ തന്നെ. ദൈവത്തിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. കരിയിലൊരു സുഖവും ശാന്തിയാകും. കരിയിലൊരു സുഖവും മനഃശാന്തിയാകും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നാമമഹത്വത്തിനാ എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നാമമഹത്വത്തിനാ ഒരു കൈതിരിപോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു
വഴികളെ ഞാനറിഞ്ഞു, അനുഗമിച്ചിടുവവനുടെ ചുവടുകളെ, അനുഗമിച്ചിടുവവനുടെ ചുവടുകളെ. ഈ സമയം ആൽബിനും ശ്രീജയും രണ്ടുപേരും ചേർന്ന് 127 സങ്കീർത്തനം പാടുകയായിരുന്നു. സങ്കീർത്തനങ്ങൾ 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ അവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവൻ ലയിച്ചു പോവുകയില്ല. പിതാവിനും പുത്രനും വിശ്വാസത്തിനും മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം സ്നേഹമുള്ള ആൽവിൻ വെൽക്കം പറയുകയും അതുപോലെ തന്നെ അവരുടെ സാക്ഷ്യം ഈ സമയം പറയുകയും ചെയ്യും. അതിനുശേഷം സ്നേഹമുള്ള വിളമ്പിൽ നിന്ന് കടന്നു വന്ന ബാബു ഡിജി മുൻപോട്ട് വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജീവനത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നിവിടെ എൻ്റെ മകൻ്റെ ജന്മദിനമാക്കാൻ നിങ്ങളെല്ലാവരും കൂടുതൽ എല്ലാവർക്കും ആദ്യം തന്നെ ദൈവത്തിനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ അച്ഛനെ ഈ പ്രാർത്ഥനയിൽ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് അച്ഛനെ കൂടെ വന്ന് അതിന് അച്ഛനെ ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവം ഈ കാലങ്ങളിൽ എനിക്ക് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം പപ്പയമ്മയെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടാണ് ദൈവത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷം നവംബർ 15-ാം തീയതി ദൈവം മകനെ തന്ന ദൈവം അനുഗ്രഹിച്ചു അത്രത്തോളം അവനെ നടത്തുവാനും എല്ലാം ദൈവം ഇവിടെ തന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിലും അവനെ നല്ല ദൈവപാതയിൽ വളർത്തുവാനും ദൈവം മക്കളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ചോദിച്ചു. മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം നന്ദിയോടെ പാടി പുകഴ്ത്താം നന്ദിയോടെ പാടി പുകഴ്ത്താം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം 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 അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളപ്പനെ സ്തുതിക്കുന്നപ്പാ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ കൂടാതെ വലിച്ചുമാറ്റു സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ മധ്യാഹ്നത്തോടെടുക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഭവനത്തും പരദേശത്തുമായിരിക്കുന്ന നടിയങ്ങൾ കർത്താവ് ഈടിയ ഭവനത്തിലായിരിക്കാൻ അങ്ങയുടെ നാമത്തിൽ കൂടി വരുവാനും അങ്ങേക്ക് ഒരു പ്രാവശ്യോത്രങ്ങളെ കരയറ്റുവാനും ദൈവത്തിന്റെ കർത്താവ് ദൈവം അവിടുന്ന് ഒരുക്കി തന്ന കൃപകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നന്ദിയോട് കർത്താവേ. ഈ പ്രഭാതം കണ്ട അനേകർക്ക് മധ്യാഹ്നത്തോട് തടുക്കുമ്പോൾ അനേകർ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കണ്ണുനീരിലൊക്കെ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷേമകരമായിട്ട് പരിപാലിച്ച് ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ച് ആ കൃപകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ മധ്യാഹ്നത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദപിടത്തിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ഈ ഭവനത്തിൽ വന്നിരിക്കുന്ന ഉദ്ദേശം ഞങ്ങൾക്ക് മുന്നേ അറിഞ്ഞിരിക്കാൻ ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിശേഷാൽ കർത്താവേ ഇന്ന് നടക്കുന്ന കർത്താവേ ഈ ബർത്ത്ഡേക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആൽബിനെയും കർത്താവേ ശ്രീജയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഇരുവർക്കും കർത്താവേ ഒരു മകനെ അവിടെ ദാനമായിട്ട് അവിടുന്ന് കൊടുത്ത് കർത്താവേ, ദൈവമേ അതിൻ്റെ ഒരു വയസ്സ് നിന്ന് പൂർത്തീകരിക്കുന്ന ദിവസമാണല്ലോ ഇന്ന് കർത്താവേ. അവൻ്റെ വളർച്ചയിലും കർത്താവേ ഇതുവരെയും കൂടിരുന്നും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നപ്പാ. അവനെ വളർത്തേണ്ട വളർത്തേണ്ട വഴിയിൽ കൂടി വളർത്തുവാൻ കർത്താവേ, അവന് ജ്ഞാനിയായ ശലോമോനെ പോലെ വളർന്നു വരുവാൻ അതിനുള്ള ബുദ്ധിയും ശക്തിയും ജ്ഞാനവും അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ.
ഞങ്ങൾ ഓരോരുത്തരും അതിന് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന ആയിരിക്കുന്നുണ്ട് കർത്താവേ. ശേഷം കർത്താവെ, ഞങ്ങളുടെ മധ്യയിലായിരിക്കുന്ന ശ്രേഷ്ഠ അച്ഛനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ സാന്നിധ്യത്തിൽ കിടക്കുന്ന ഈ ശുശ്രൂഷയെ ഞങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകനെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തിയിരിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കാൻ പോകുന്ന വചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. അത് 30, 60, 100 മേനിയായി വിളയുവാൻ, അതിൽ കൂടി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കുന്ന റോൾക്കായി സ്തോത്രം കർത്താവെ. ദൂരത്തും ചാരത്തുമായി കർത്താവെ തലകളെ കണക്കിരിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാവരുടെ മേലും അവിടുത്തെ അനുഗ്രഹവും കൃപയും കൊണ്ട് നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ കർത്താവെ മനുഷ്യനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭർത്തരെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് കാലാവസ്ഥകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി തന്നിരിക്കാൻ സ്തോത്രം കർത്താവെ. അങ്ങയുടെ തിരുസന്നിധിയിൽ ആത്മീയം ശീലിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീണ്ടും അങ്ങയുടെ കരങ്ങൾ തരുന്നു. ഇരുവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവർക്ക് ദാനമായിട്ട് കൊടുക്കുന്ന പൈതലിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവന് വളർന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവെ അവിടുന്ന് ബുദ്ധിയും ശക്തിയും ജ്ഞാനവും അവിടുന്ന് ഒരുത്തും പ്രദാനം ചെയ്യണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ മധ്യദേശത്തിൽ വളരുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠം കർത്താവെ തരകൾ ഉണയ്ക്കുന്നു. വീണ്ടും അങ്ങനെ കരങ്ങത്തിരുന്നു. ശ്രേഷ്ഠ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾക്ക് ആ ജീവൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ താഴ് സമർപ്പിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. തിരുനാമം വിശുദ്ധിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിന് പൂർണ്ണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും പാങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷപ്പെടുത്താ സ്വലദോഷം രാജ്യവും ശക്തിയും മാത്രം ഞങ്ങളാകുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ സമയം എടുക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഒരു കൂട്ടായ്മയിലേക്കാണ് നമ്മളെല്ലാവരും ചേർന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഒരു ഫെലോഷിപ്പ് ആയിരിക്കും നടക്കുന്നത് എന്ന്. അപ്പം അന്ന് കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു വലിയ ഫെലോഷിപ്പാണ്. ഞാൻ സ്നേഹമുള്ള ശ്രീ ആൽബിനെ ഞാൻ ഈ ഇടവകയിൽ ശുശ്രൂഷ വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ഞങ്ങൾ ചില സ്ഥലത്ത് അദ്ദേഹം പറയും സ്നേഹിതൻ എന്ന് പറയും, ചില സ്ഥലത്ത് ജ്യേഷ്ഠൻ എന്ന് പറയും. അങ്ങനെ ഒരു നല്ലൊരു ബന്ധം ഞാൻ ആൽബിനുമായിട്ടുമുണ്ട്. അതുപോലെ ശ്രീജ ഞാൻ ആയിരിക്കുന്ന സമയത്ത് കൊച്ചുകുട്ടിയായിരുന്നു. ഇപ്പോഴും ഇവരുടെ വിവാഹത്തിനെല്ലാം ശേഷം ഒരു മകനെ ദൈവം നൽകി. അതിൻ്റെ ഒരു സന്തോഷത്തിലും അല്ലെങ്കിൽ അതിന് സ്തോത്രം അർപ്പിക്കുന്നതായ സ്തോത്രാർപ്പണ ശുശ്രൂഷയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ടതുപോലെ രണ്ടുപേരും കല്യാണ സമയത്ത് 128 സങ്കീർത്തനം അവർ വായിച്ചു. 127 അവർ വായിച്ചു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു സ്ട്രോങ് ബിൽഡിങ്, കുടുംബത്തെക്കുറിച്ച്, ഒരു കവനന്റിനെ കുറിച്ച് പറയുക. ദാവീദ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് ഈ 127 സങ്കീർത്തനം. ഇവിടെ പറയുന്നത് ഒന്ന്, അത് അവരുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ വളരെ കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനമാർഗം ചെയ്യുന്നത് വ്യർത്ഥമത്രേ, എൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ നൽകും എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് പോലെ കുട്ടികൾ കർത്താവായ ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതായ ഒരു സന്തോഷമാണ് ഒരു ഭവനത്തിൽ ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ നൽകുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു. പലപ്പോഴും ഒന്നാമത് ദൈവം തമ്പുരാൻ നൽകുന്നതായ ഒരു അനുഗ്രഹമാണ് കുട്ടികൾ എന്നുള്ളത്. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, കൂട്ടുകുടുംബം സ്ഥിതി ചെയ്തിരുന്നതായ സമയത്ത് ഇവിടെ പറയുന്ന കുട്ടികൾ ദൈവത്തിൽ നൽകുന്നതായ ഒരു അവകാശമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ യുവ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയത് അല്ലേ, ഒരു മകനെ നൽകിയത് അവർ അനുഗ്രഹിച്ച് നൽകി. അപ്പോഴേ യൗവനത്തിലെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തെ കണ്ടു അനുഗ്രഹിച്ച് നൽകിയത് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സ്ട്രോങ് ബിൽഡിങ് കെട്ടുമ്പോൾ നമുക്കറിയാം, സ്ട്രോങ് ബിൽഡിങ് കെട്ടുന്നത്
എങ്ങനെയായിരിക്കും? അവരുടെ എല്ലാ സമ്പത്ത് കൊണ്ടും ഒരു സ്ട്രോങ് ബിൽഡിങ് കിട്ടും. അതുപോലെ തന്നെയാണ് കുടുംബജീവിതം എന്ന് പറയുന്ന സ്ട്രോങ് ബിൽഡിങ്. അതിൽ പിതാവും മാതാവും അതിലെ അവര് വെച്ചിരിക്കുന്നതായ ആ ഒരു ബിൽഡിങ് ഏതെങ്കിലും അതിൽ ഒരു കല്ല് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിന് ഇടർച്ച സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ മക്കളും അതുപോലെ തന്നെ കുടുംബവും ഒരുപോലെ ചേർത്ത് വയ്ക്കുന്നതാണ് ഒരു ഫാമിലി എന്നതും ആ കുട്ടികളെ ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും ഇതുപോലെ മാതാപിതാക്കൾക്ക് ഉള്ളതാണ് എന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 1:17 പറയുന്നത്, നല്ലതും പൂർണ്ണമായ എല്ലാ ദാനവും മുകളിൽ നിന്ന് പിതാവിൽ നിന്ന് ഇറങ്ങി വന്നത് ആണ് എന്നാണ്. ഇവിടെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ അതെല്ലാം ഉയരത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്നുള്ളതാണ്. ഉയരത്തിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല എങ്കിൽ നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ ഓർക്കും, മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ പലരെയും ആശ്രയിക്കുന്നത് പോലെ നമ്മളും കുട്ടികളെ ആശ്രയിക്കും, അല്ലേ? കുട്ടികളെ ആശ്രയിക്കൂ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ആശ്രയിക്കും. ആൽബിനും ശ്രീജയ് ആശ്രയിക്കും, അല്ലേ? കുട്ടികൾ എന്താണ് മാതാപിതാക്കളെ ഈ സമയം ആശ്രയിക്കുന്നത് പോലെ തിരിച്ച് മാതാപിതാക്കൾ കുട്ടികളെ ആശ്രയിക്കും. ഇവിടെയാണ് വളരെ വ്യക്തമായിട്ട് കുടുംബത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതിനൊരു ഉദാഹരണവും പറയുകയാണ്. യാക്കോബ് നമുക്കറിയാം, അബ്രഹാമിനെയും അതുപോലെ തന്നെ ആരാണ് ഇസാക്കിനെയും യാക്കോബിനെയും കുറിച്ച് നമുക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ്. യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചതായിട്ട് നമുക്കറിയത്തില്ലേ? യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു. കാരണം അവർ പറയാണ്, അതെന്താ പറയുന്നത്, അതെനിക്ക് മക്കളെ ദൈവം തന്നതാണ് എന്ന് പറയുകയാണ്. 12 മക്കളെയും അനുഗ്രഹിച്ചതായ യാക്കോബ് അതിനകത്ത് പറയുന്നത് അതൊന്നും മറ്റു രീതിയിൽ വന്നതല്ല, അത് ദൈവം എനിക്ക് തന്നതാണ് എന്ന്. നമുക്ക് ഓർക്കുക, 85 വയസ്സുള്ള അബ്രഹാം, അദ്ദേഹം പറയണം അദ്ദേഹത്തിന്റെ അവകാശം എൻ്റെ ബന്ധുവിലുള്ള ഏലിയാസറിനുള്ളതാണ്. എൻ്റെ ബന്ധുവായ ഏലിയാസറിനുള്ളതാ അവകാശം. എൻ്റെ രക്തത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു പിന്തുടർച്ച അവകാശം എനിക്കില്ല എന്ന് പറയുമ്പോൾ ഓർക്കുക, 85 വയസ്സ് കഴിഞ്ഞതായ അബ്രഹാമിന് ദൈവം ഇസാക്കിനെ നൽകുവാൻ തക്കവണ്ണം, ഓർക്കുക, ഈ സമയത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പിതാവ്, ഈ 85 വയസ്സുള്ള ഈ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ട പിതാവ് എന്ന് പറയുവാൻ കാര്യം, നമുക്കറിയാം ദൈവം ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ ഇദ്ദേഹം മറ്റൊരു ദേശത്തേക്ക് നമുക്കറിയാവുന്ന പോലെ ഒരു നല്ല ബിസിനസ്സുകാരൻ്റെ മകനായിരുന്നു അബ്രഹാം. എന്ന് പറഞ്ഞാൽ വിഗ്രഹം ഉണ്ടാക്കി ഒരു ഷോപ്പ് വെച്ച് വിൽക്കുന്നതായ ആളുടെ മകനായിരുന്ന അബ്രഹാം ആ ഒരു ബിസിനസ് എല്ലാം വിട്ടിട്ട് ദൈവം കാണിച്ചു തരുന്നതായ ദേശത്തേക്ക് പോവുകയാണ്. പ്രിയമുള്ള ആൽബിനും എനിക്ക് പറയുവാനുള്ളത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കാണിച്ചു തരും, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ 2 പേര് യാത്ര ചെയ്തപ്പോൾ ഫലപുഷ്ടിയായ ദേശം കണ്ടിട്ട് ലോത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അവിടെ മറുത്തൊന്നും അബ്രഹാം പറയുന്നില്ല, അല്ലെങ്കിൽ അബ്രഹാമിനോട് ചോദിക്കുന്നുമില്ല, ഞാൻ അത് എടുത്തോട്ടെ ഒന്നും ചോദിക്കുന്നില്ല. ലോത്തിന്റെ കണ്ണുകൊണ്ട് എന്താ കണ്ടത്? ലോത്ത് നോക്കിയപ്പോൾ അത് ഫലപുഷ്ടിയായ ദേശമാണ് എന്ന് കണ്ടു. അപ്പോൾ ലോത്ത് അങ്ങോട്ട് യാത്രയായി. പിന്നെ കൂടാരം മാറ്റി അടിച്ചടിച്ച് പോകുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, നീ തലപൊക്കി നോക്ക്, നീ വടക്കോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, കിഴക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്, ഇതെല്ലാം നിനക്ക് അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതാണ്. ഒന്നും ഇല്ലായ്മയിൽ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും.
ഇവിടെ ഓർക്കുക, ഈ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നമ്മൾ ഓർക്കുമ്പോൾ ഇവിടെ ദൈവം ഇവരെ അനുഗ്രഹിച്ചു ഒരു സമ്പന്നമായ. അതാണ് പിന്നെയും അബ്രാമിനോട് പറയുകയാണ്, എന്താണ്, നീ തലപൊക്കി നക്ഷത്രങ്ങളെ നോക്ക്, ആ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികളെ ഞാൻ വലുതാക്കും എന്ന് പറയും. അപ്പോഴ് യഹൂദ മതത്തിനും പാഴ്സി മതത്തിനും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതത്തിനും മുസ്ലിം മതത്തിനും ഇങ്ങനെയുള്ള എല്ലാ മതങ്ങളുടെയും ബഹുമാനപ്പെട്ടതായ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെട്ടതായ ഒരു പിതാവായിട്ട് അബ്രഹാം മാറി എന്നുള്ളതാണ്. ഇവിടെയും നമ്മൾ ഓർക്കുക, ആ ഒരു പിതാവിൻ്റെ മകനാണ് യാക്കോബ്. യാക്കോബ് തൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചു. പ്രിയമുള്ള ആൽബിനോടും ശ്രീജയോടും പറയുവാനുള്ളത്, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് അവരെ സ്നേഹസമ്പന്നരാക്കി ഈ ലോകത്തിന് കൊള്ളുന്നവനായിട്ട് നിങ്ങൾ അവനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്രകാരം നിങ്ങൾ വളർത്തി എടുക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഈ ലോകത്തിൽ മാനിക്കപ്പെട്ടതായ ഒരു പിതാവ് എന്ന് അല്ലെങ്കിൽ ഒരു മാതാവ് എന്ന് മുദ്രയിടും. അത് നിങ്ങളെ ലോകം പറയും, ആ ഒരു കുട്ടിയുടെ മാതാവ് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ പിതാവ് അവൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു എന്ന് പറയും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ യഹോവ വീട് പണിയായിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ യാക്കോബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഹന്ന തന്നെ പ്രാർത്ഥിച്ചതും പ്രകാരം ഞാനൊരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ അവനോട് ആവശ്യപ്പെട്ടത് യഹോവ എനിക്ക് തന്നു. ഈ ഒരു അനുഭവമാണ്, എല്ലാം ഒരു സാക്ഷ്യമുള്ളൊരു അനുഭവമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഓർക്കുക, ഈ ഒരു സാക്ഷ്യമുള്ള അനുഭവത്തോടുകൂടെ നമ്മളെ മക്കളെ വളർത്തി ഒരു ഏറ്റവും അനുഗ്രഹമുള്ള സമ്പന്നരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ അതിൻ്റെ 4-ാമത്തെയും 8-ാമത്തെയും അഞ്ചാമത്തെയും ഈരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഇവിടെ ഓർക്കുക, ഒരു യോദ്ധാവിൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു അങ്ങനെയാണ് യൗവനത്തിലെ നിങ്ങളുടെ മക്കളെയും അതുപോലെ വളർത്തുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയതായ സമയത്ത് ഇപ്രകാരം ഒരു കൂട്ടായ്മയിൽ എന്നെ വിളിച്ചതിനും ഉള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങളുടെ മക്കളെയും നല്ല രീതിയിൽ വളർത്തി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ കുഞ്ഞുങ്ങളായി വരുവാൻ സഹായിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സമയം ബർത്ത്ഡേയുടെ ഏറ്റവും മുഖ്യമായ ഒരു ഭാഗമാണ്, കേക്ക് മുറിക്കുന്നതായ ഒരു ഭാഗമാണ്. ആൽബിനെയും ശ്രീജയും മുന്നോട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. കഴിയുന്ന കൊച്ചുമക്കളെല്ലാം മുന്നോട്ട് വന്നാൽ നല്ലതായിരിക്കും. അതിനുശേഷം കേക്ക് മുറിച്ചതിന് ശേഷം അവരവരുടെ ഇരിപ്പിടത്തിലേക്ക് പ്രാർത്ഥന കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്നു.
എടുക്കലോ ആയിരിപ്പോ മതി. ഈ ലൈറ്റ് ഇട്ട് കൊടുക്കാം. ലൈറ്റ് അത് വേണ്ടേ, വേണ്ടേ, ഒരു മോൻ വേണ്ടേ? അങ്ങോട്ട് എവിടെ നിൽക്കുന്നു? ഇതല്ലേ കാണുന്ന ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള അല്ലേ? അങ്ങോട്ട് നിൽക്കണമല്ലേ? അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. ആ ചെല്ലു ചെല്ലു, ആൽബിനും ചെല്ലു. Happy birthday to you. Happy birthday to you. Happy birthday dear Aksha. Happy birthday to you. Happy long life to you. Happy long life to you. Happy long life dear Aksha. Excellent. നിന്ദാനം ഞാനനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാനനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവയാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ ഒരു നല്ല ദിവസത്തിൻ്റെ മധ്യാഹ്നത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഈ ഭവനത്തിൻ്റെ മുൻപാകെ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം ദൈവം തമ്പുരാൻ അറിഞ്ഞിരിക്കയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അക്സോൺ എന്ന പൈതലിൻ്റെ ജനനത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒന്നാമത്തെ കർത്താവെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ ദൈവം തമ്പുരാൻ നിന്റെ മക്കൾക്ക് നൽകിയ ഈ ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, കർത്താവെ, പ്രിയമുള്ള ആൽബിനും ദൈവം പ്രിയപ്പെട്ടവന് ദാനമായി നൽകിയ പ്രിയ മകളുമായി അവരുടെ കുടുംബജീവിതം ആരംഭിച്ച നാൾ മുതൽ ഇന്നുവരെയും ദൈവം അത്ഭുതകരമായി നടത്തി. തലമുറകളെ ദൈവം നൽകി മാനിച്ചതുകൊണ്ട് സ്തോത്രം. അപ്രകാരം ആ സന്തോഷം പങ്കിടുവാൻ ഇന്ന് പൈതലിൻ്റെ കർത്താവ് ബർത്ത്ഡേയായി ഞങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന് വന്യ പുരോഹിതനോടൊപ്പം സഭാവിശ്വാസികളോടൊപ്പം നിന്റെ മക്കൾ ക്ഷണിച്ചതായിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരോടൊപ്പം ഞങ്ങൾക്കും സന്തോഷിക്കുവാൻ ദൈവം തന്ന ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി നന്ദി പറയുന്നു. അപ്പാ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദൈവം തമ്പുരാൻ, യഹോവേ, അങ്ങയുടെ സ്നേഹം പ്രിയ പൈതലിന്മേൽ നൽകി സഹായിക്കണമേ. ആ കുഞ്ഞ് കർത്താവെ വളർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പൈതലായി വളർന്നു വന്ന് അനേകർക്ക് അനുഗ്രഹമുള്ള ഒരു മകനായി കർത്താവെ കാണപ്പെടുവാൻ, മാതാവിനും പിതാവിനും അനുഗ്രഹിക്കപ്പെട്ട പൈതലായി കാണപ്പെടുവാൻ സർവശക്തനാകുന്ന ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഈ ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തട്ടെ. എത്രയോ കുടുംബങ്ങൾക്ക്
എത്രയോ ദമ്പതികൾക്ക് ഇപ്രകാരമുള്ള സന്തോഷം പങ്കിടുവാൻ കഴിയാതെ വേദനിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്റെ മക്കൾക്ക് തലമുറകളെ നൽകിയ ആ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. ഈ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ കർത്താവെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് വാഗ്ദത്തം ചെയ്തവൻ നിന്റെ മക്കളുടെ കുടുംബ ജീവിതത്തിലും പ്രത്യേകിച്ച് പൈതന്റെ തുറന്നുള്ള ജീവിതത്തിൽ ആവശ്യമായ എല്ലാ നല്ല ദാനങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ കുഞ്ഞിനെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്കായി, പ്രത്യേകിച്ച് കുഞ്ഞു വളരുന്ന ചുറ്റുപാടുകൾക്കായി, സഭയ്ക്കായി, സമൂഹത്തിനായി, എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. തുറന്നുള്ള നാടുകളിൽ പ്രത്യാശയോടുകൂടെ പൈതൽ വളർന്ന് ജ്ഞാനം ലഭിച്ച് അനുഗ്രഹമുള്ള മകനായി കാണപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് ഇന്ന് ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന യേശു തമ്പുരാന്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ കേൾക്കുമാറാകണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ. വിശ്വാസത്തോടുകൂടെ ആശീർവാദത്തേക്കുള്ള പിതാവിത്ര പരിശുദ്ധാത്മാന്ത്രീയത്തിന്റെ അനുഗ്രഹവും കൂട്ടായ്മയും ആയിരുന്നു. വിശേഷാൽ ഇന്ന് പുതിയൊരു വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ അക്ഷോൺ ആൽബിൻ എന്ന മകനോട് എൻ്റെ മാതാപിതാക്കളോടും കുടുംബ ജീവിതത്തോടും കാലാവസാനം വരെ ഉണ്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുൻ ഇടവക ശുശ്രൂഷകനായിരുന്ന ദേവദാനം ശുശ്രൂഷകരുണ്ട്. അദ്ദേഹത്തെ ഇതിനെ നന്ദി അറിയിക്കുന്നു. കടന്നു വന്നതായ എല്ലാ ദൈവ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ എല്ലാവരെയും ഇതിനുശേഷം ഒരു ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതും പഠിച്ചിട്ട് വേണം എല്ലാവരും. സമ്മാനം എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ ഈ ഒരു അവസരം വിനിയോഗപ്പെടുത്താവുന്നതാണ്.